തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനത്തിൽ 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ഗ്രേഡ് SI ശ്രീകുമാർ, പോലീസ് ഉദ്യോഗസ്ഥരായ സുനിൽ, സിജുകുമാർ, ഗിരീഷ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ബൈക്ക് മോഷണ കേസിലെ പ്രതികളെ ക്രൂരമായി മർദ്ദിച്ചെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത്. FIRൽ കൃത്രിമം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിക്കും ശുപാർശ ചെയ്തു. മർദ്ദനത്തിൽ വൃക്കകൾ തകരാറിലായ യുവാവ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിലാണ് ഗുരുതര കണ്ടെത്തൽ. ബൈക്ക് മോഷണ കേസിൽ കൊച്ചിയിൽ അറസ്റ്റിലായ പ്രതികളെ തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴാണ് മർദ്ദനമേറ്റത്. കോട്ടയം സ്വദേശിയായ ജിനുവിനാണ് മർദ്ദനമേറ്റത്. ജിനുവിന്റെ സുഹൃത്തിനും മർദ്ദനമേറ്റിരുന്നു. ഗ്രേഡ് SI ശ്രീകുമാർ, സുനിൽ, സിജുമോൻ, ഗിരീഷ് എന്നിവർക്കാണ് സസ്പെൻഷൻ. സെല്ലിൽ കിടന്ന ജിനുവിന്റെ മുടിയിൽ പിടിച്ച് വലിച്ചതിനാണ് ഗ്രേഡ് SIയെ സസ്പെൻഡ് ചെയ്തത്. സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിലാണ് പോലീസിന്റെ ക്രൂരമർദ്ദനം പുറത്തായത്. കൂടാതെ FIR രേഖകളിലും ഉദ്യോഗസ്ഥർ കൃത്രിമം കാട്ടി പ്രതിയെ തിരുവനന്തപുരത്ത് വെച്ച് അറസ്റ്റ് ചെയ്തുവെന്നാണ് FIRൽ കണ്ടെത്തിയത്. അറസ്റ്റ് വിവരം തെറ്റായി രേഖപ്പെടുത്തിയതിന് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടിക്കും സിറ്റി പോലീസ് കമ്മീഷണർ ഉത്തരവിട്ടു. തിരുവനന്തപുരത്ത് വെച്ച് ബൈക്ക് മോഷ്ടിച്ചതിനാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ തിരിച്ചറിയുകയും ചെയ്തു. മോഷണശേഷം കടന്നുകളഞ്ഞ പ്രതിയെ പോലീസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചി ഡാൻസ് ഓഫ് ടീം അറസ്റ്റ് ചെയ്തു. തുടർന്ന് തിരുവനന്തപുരത്ത് എത്തിച്ച് സെൻട്രൽ പോലീസിന് കൈമാറി. ഇതിനു പിന്നാലെ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴാണ് പ്രതികൾക്ക് മർദ്ദനമേറ്റത്. ജിനുവിനൊപ്പമുണ്ടായിരുന്ന 2 പേരിൽ ഒരാളായ ഉണ്ണിയെ അറസ്റ്റ് ചെയ്യുകയും പ്രായപൂർത്തിയാകാത്തതിന്റെ കാരണത്താൽ മറ്റൊരാളെ വിട്ടയക്കുകയും ചെയ്തു. പ്രതികളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം ജില്ലാ ജയിലിൽ എത്തിച്ചപ്പോഴാണ് ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചത്. ഇതേ തുടർന്ന് ആദ്യം ജനറൽ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലേക്കും മാറ്റി. ക്രൂരമർദ്ദനത്തിൽ ജിനുവിന്റെ വൃക്കകൾ തകരാറിലാവുകയും കൈകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ജിനു അതിതീവ്ര പരിചരണ വിഭാഗത്തിലും ഉണ്ണി വാർഡിലും ചികിത്സയിലാണ്. ജനം, തിരുവനന്തപുരം.